ഈ സന്ധികളിൽ ഉണ്ടാവുന്ന ഒരു നീർക്കെട്ടിനെയാണ് ഈ ആർത്രൈറ്റിസ് എന്ന് പറയുന്നത്. അതായത് വാക്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നടക്കുമ്പോൾ അല്ലെങ്കിൽ മൂവ്മെന്റ്സ് ഒക്കെ ചെയ്യുമ്പോഴാണ് ഈ ഒരു വേദന രൂപപ്പെടുന്നത്. അപ്പോൾ ഇത് പ്രധാനമായിട്ടും നമ്മളെ അതായത് മുട്ടിനെയാണ് പ്രധാനമായിട്ടും ബാധിക്കുന്നത്. ഫിഷ് ഐറ്റംസ് നോക്കുകയാണെങ്കിൽ ചാള, അയല, മത്തി ഇതിനകത്ത് കൂടുതലായിട്ടും ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് ഉണ്ട്. അത് ഈ ഒരു യോഗ മെഡിറ്റേഷൻ ഒക്കെ ചെയ്ത് കഴിഞ്ഞാലും അതൊക്കെ കുറേയൊക്കെ കുറച്ചുകൊണ്ടുവരാൻ പറ്റും. ഇത്തരം രീതികളൊക്കെ നമ്മൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു വാതരോഗങ്ങളൊക്കെ കുറേയൊക്കെ കുറയ്ക്കാൻ പറ്റും. ഹായ്, ഞാൻ ഡോക്ടർ ജൂഹി ദാസ്, Q&B ഹെൽത്ത് കെയറിലെ ഹോമിയോപ്പത്തിക് ഫിസിഷ്യനാണ്. ഈ സന്ധികളിൽ ഉണ്ടാവുന്ന ഒരു നീർക്കെട്ടിനെയാണ് ഈ ആർത്രൈറ്റിസ് എന്ന് പറയുന്നത്. ഈ ആർത്രൈറ്റിസ് എന്ന് പറയുമ്പോൾ ഒരു ഗ്രൂപ്പ് ഓഫ് ഡിസീസാണ്. അതായത് ജോയിൻസിനെ എഫക്ട് ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ഡിസീസിനെയാണ് ഈ ആർത്രൈറ്റിസ് എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു ആർത്രൈറ്റിസ് പലരും ചിന്തിക്കുന്നത് പ്രായമായിട്ടുള്ള ആളുകളിലെ മാത്രം ബാധിക്കുന്ന ഒന്നാണ്. പക്ഷെ അത് ഇന്ന് കുട്ടികൾ മുതൽ പ്രായമായിട്ടുള്ള എല്ലാവരെയും ഒരേപോലെ ബാധിക്കുന്ന ഒരു അസുഖമാണ്. ഇപ്പൊ കുട്ടികളിൽ നോക്കുകയാണെങ്കിൽ പല രീതിയിലാണ് ഈ ആർത്രൈറ്റിസ് കാണപ്പെടുന്നത്. ജുവനൈൽ ഇഡിയോപ്പതിക് ആർത്രൈറ്റിസ്, റുമാറ്റിക് ഫീവർ, കവാസാക്കി ഡിസീസ്, അങ്ങനെ പല രീതിയിലാണ് കുട്ടികളിൽ കാണപ്പെടുന്നത്. ജുവനൈൽ എന്ന് പറയുമ്പോൾ കുട്ടികൾ കുഞ്ഞാവുമ്പോൾ തൊട്ടേ കാണപ്പെടുന്ന ഒരു സന്ധിവാതമാണ് ജുവനൈൽ ഇഡിയോപ്പതിക് ആർത്രൈറ്റിസ് എന്ന് പറയുന്നത്. റുമാറ്റിക് ഫീവർ എന്ന് പറയുമ്പം കുട്ടികളിൽ എന്തെങ്കിലും ത്രോട്ട് ഇൻഫെക്ഷൻ, അതായത് സ്ട്രെപ്റ്റോകോക്കൽ പോലത്തെ എന്തെങ്കിലും ഇൻഫെക്ഷൻസ് വരുവാണെങ്കിൽ അങ്ങനെ അത് ജോയിൻസിനെ എഫക്റ്റ് ചെയ്തിട്ട് ഇൻഫ്ലമേഷൻ അല്ലെങ്കിൽ സ്വെല്ലിങ്, പെയിന്, അങ്ങനെ പല ബുദ്ധിമുട്ടുകളിലും കുട്ടികളിൽ ഉണ്ടാക്കുന്നു. ഇതാണ് റുമാറ്റിക് ഫീവർ എന്ന് പറയുന്നത്. അതേപോലെ അതായത് അഡൾട്ടിൽ നോക്കുമ്പോൾ, അതായത് കുറച്ചുകൂടി ഏജ് ആയിട്ടുള്ള ആളുകൾ നോക്കുമ്പോൾ പല രീതിയിലാണ് ആർത്രൈറ്റിസ് കാണപ്പെടുന്നത്. OA അതായത് ഓസ്റ്റിയോ ആർത്രൈറ്റിസ്, റുമാറ്റിക് ആർത്രൈറ്റിസ്, ഗൗട്ടി ആർത്രൈറ്റിസ്, അങ്ങനെ പല രീതിയിലും ആർത്രൈറ്റിസ് പ്രായമായവരിൽ കാണപ്പെടുന്നുണ്ട്. പ്രധാനമായിട്ടും ഈ ആർത്രൈറ്റിസ് 2 രീതിയിലാണ് കാണപ്പെടുന്നത്. ഇൻഫ്ലമേറ്ററി ആർത്രൈറ്റിസും ഡീജനറേറ്റീവ് ആർത്രൈറ്റിസ് എന്ന് പറയുന്നു. ഡീജനറേറ്റീവ് ആർത്രൈറ്റിസ് എന്ന് പറയുന്നത് ഡീജനറേറ്റീവ്, അതായത് അവിടെ എന്തോ നശിച്ചു കൊണ്ടിരിക്കുന്നു എന്നാണ് ആ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് പ്രധാനമായിട്ടും പ്രായമായിട്ടുള്ള ആളുകളിലാണ്, അതായത് ഒരു 40-50 വയസ്സിന് മേളിലോട്ടുള്ള ആളുകളിലാണ് ഇത് കാണപ്പെടുന്നത്. ഇവിടെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ജോയിൻസിന്റെ ഇടയിൽ തേയ്മാനം വരുന്നു അല്ലെങ്കിൽ വെയർ ആൻഡ് ടയർ വരുന്നു. യൂഷ്വലി നമ്മളൊരു ജോയിൻസ് നോക്കുവാണെങ്കിൽ, ഇങ്ങനെ ഒരു ജോയിന്റ് ആണെങ്കിൽ ഈ ജോയിന്റിനെ കവർ ചെയ്തിട്ട് ഒരു ക്യാപ്സ്യൂൾ ഉണ്ട്, അതായത് ഒരു കാർട്ടിലേജ്, തരുണാസ്ഥി എന്ന് പറയും. ഈ ഒരു കാർട്ടിലേജിന് ഡാമേജ് വരുമ്പോഴാണ് ആ ഒരു ജോയിൻസിന്റെ ഇടയിൽ അല്ലെങ്കിൽ ആ ഒരു ബോൺസിന്റെ ഇടയിൽ ഫ്രിക്ഷൻ നഷ്ടപ്പെടും. അപ്പൊ അത് തമ്മിൽ കൂട്ടിയൊരുതും. അങ്ങനെയാണ് നമുക്ക് പെയിൻ ഉണ്ടാവുന്നത്. അങ്ങനെ ഈ ഒരു ബോൺ സ്പേസ് അല്ലെങ്കിൽ ഈ ഒരു ജോയിൻസിന്റെ ഇടയിൽ സ്പേസ് നഷ്ടപ്പെടുകയും അങ്ങനെ പെയിൻ ലീഡ് ചെയ്യുകയും ചെയ്യുന്നു. അതായത് വാക്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നടക്കുമ്പോൾ അല്ലെങ്കിൽ മൂവ്മെന്റ്സ് ഒക്കെ ചെയ്യുമ്പോഴാണ് ഈ ഒരു വേദന രൂപപ്പെടുന്നത്. അപ്പോൾ ഇത് പ്രധാനമായിട്ടും നമ്മളെ അതായത് മുട്ടിനെയാണ് പ്രധാനമായിട്ടും ബാധിക്കുന്നത്. അതേപോലെ തന്നെ നമുക്ക് കഴുത്തിനെ ബാധിക്കാം, അതേപോലെ തന്നെ നടുവിനെയും ഒക്കെ ബാധിക്കാം. അപ്പോൾ പ്രധാനമായിട്ടും ബാധിക്കുന്നത് നമ്മൾ മുട്ടിനെയാണ്. അപ്പോൾ മുട്ടിനുണ്ടാവുന്നതിനെയാണ് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എന്ന് പറയുന്നത്. അതായത് മൂവ്മെന്റ്സ്, നമ്മൾ കൂടുതലായിട്ട് മൂവ്മെന്റ്സ് കൊടുക്കുമ്പോൾ ആ ഒരു ഏരിയയിലെ സ്പേസ് നഷ്ടപ്പെടുകയും അല്ലെങ്കിൽ കാർട്ടിലേജിനൊക്കെ ഡാമേജ് വരികയും അങ്ങനെ പെയിൻ ഉണ്ടാവുകയും ചെയ്യുന്നു. അപ്പോൾ ഇതൊരു റെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ഒരു പെയിൻ കുറയാവുന്നതാണ്. മറ്റൊന്നാണ് ഇൻഫ്ലമേറ്ററി ആർത്രൈറ്റിസ്. ഇൻഫ്ലമേഷൻ എന്ന് പറയുമ്പോൾ അവിടെ നീർക്കെട്ടുണ്ടാവുന്നു വെച്ചാൽ അവിടെ സ്വെല്ലിംഗ് ഉണ്ടാവുന്നു. അപ്പൊ ഇവിടെ തേയ്മാനല്ല സംഭവിക്കുന്നത്, അവിടെ നീർക്കെട്ട് ഉണ്ടാവുന്നു. അപ്പൊ അതിൽ വരുന്നതാണ് റുമാറ്റോയിഡ് ആർത്രൈറ്റിസ്, അതായത് ആമവാദം എന്ന് പറയുന്നു. മറ്റൊന്നാണ് സോറിയാറ്റിക് ആർത്രൈറ്റിസ്. അതേപോലെ മറ്റൊന്നാണ് SLE, സിസ്റ്റമിക് ലൂപ്പസ് എരിത്തിമറ്റോസിസ് എന്ന ഒരു രോഗവും. മറ്റ് പ്രധാനപ്പെട്ട ഒരു ആർത്രൈറ്റിസ് ആണ് ഈ ഇൻഫ്ലമേറ്ററിയും ഡീജനറേറ്റീവും കൂടാതെ മറ്റൊരു ആർത്രൈറ്റിസ് ആണ് ഗൗട്ടി ആർത്രൈറ്റിസ് എന്ന് പറയുന്നു. ഗൗട്ടി ആർത്രൈറ്റിസ് എന്ന് പറയുന്നത് യൂറിക് ആസിഡിന്റെ ഡിപ്പോസിഷൻ, അതായത് ചെറിയ ചെറിയ ജോയിൻസിൽ, തള്ളവിരലിലൊക്കെ യൂറിക് ആസിഡിന്റെ ഡിപ്പോസിറ്റ് ഉണ്ടാവുന്നു. അതായത് മോണോസോഡിയം ക്രിസ്റ്റൽസ് ആയിട്ടുള്ള ക്രിസ്റ്റൽസ് ജോയിൻസിന്റെ ഇടയിലൊക്കെ ഡിപ്പോസിറ്റ് ചെയ്തിട്ട് അവിടെ നീർക്കെട്ടും വേദനയും ഡിസ്കളറേഷനും ഒക്കെ ഉണ്ടാക്കുന്നതാണ് ഗൗട്ടി ആർത്രൈറ്റിസ് എന്ന് പറയുന്നു. ഇവിടെ എന്താ സംഭവിക്കുന്നത് പറഞ്ഞാൽ, നമ്മൾ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് എടുക്കുമ്പോൾ പ്രോട്ടീൻ മെറ്റബോളിസത്തിന്റെ ഒരു വേസ്റ്റ് പ്രൊഡക്റ്റ് ആണ് ഈ യൂറിക് ആസിഡ്. അപ്പം അത് കിഡ്നി വഴി പുറന്തള്ളാതെ അതായത് ബ്ലഡിൽ തന്നെ അലിഞ്ഞു ചേരുകയും അങ്ങനെ ജോയിൻസിലൊക്കെ ഡിപ്പോസിറ്റ് ചെയ്ത് വരുന്നതാണ് ഈ ഗൗട്ടി ആർത്രൈറ്റിസ് എന്ന് പറയുന്നത്. നോർമലി യൂറിക് ആസിഡിന്റെ ഒരു വാല്യൂ നോക്കുമ്പോൾ 2.6 മുതൽ 6 വരെയാണ് ഫീമെയിൽസിലും, ഒരു 3.4 മുതൽ 7 വരെയാണ് അത് മെയിൽസിലും. അപ്പൊ അതിന്റെ ഒരു വാല്യൂ അധികമാകുമ്പോൾ, അതായത് വാല്യൂസ് കുറച്ചുകൂടി കൂടുമ്പോഴാണ് ഈ ഒരു യൂറിക് ആസിഡ് നമ്മളെ രക്തത്തിൽ അലിഞ്ഞു ചേരുകയും അങ്ങനെ ഗൗട്ടി ആർത്രൈറ്റിസ് ഡെവലപ്പ് ചെയ്യുകയും ചെയ്യുന്നു. മറ്റൊന്നാണ് ഇൻഫെക്റ്റീവ് ആർത്രൈറ്റിസ്, അതായത് നമുക്ക് എന്തെങ്കിലും
രോഗങ്ങൾ, അതായത് ഇൻഫെക്ഷ്യസ് ഡിസീസ് എന്തെങ്കിലും വരുവാണെങ്കിൽ, അതായത് ചിക്കൻ ഗുനിയ, ഡെങ്കു അല്ലെങ്കിൽ TB, ഇത്തരം ബുദ്ധിമുട്ടുകളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതിനോടൊപ്പം വരുന്നതാണ് ഈ ഇൻഫെക്റ്റീവ് ആർത്രൈറ്റിസ് എന്ന് പറയുന്നത്. അതായത് ഒരു ഇൻഫെക്ഷൻ ബോഡിയിൽ വന്നിട്ട് അത് ആർത്രൈറ്റിസിലേക്ക് ലീഡ് ചെയ്യുന്നു. മറ്റൊന്നാണ് പോസ്റ്റ് ഇൻഫെക്റ്റീവ് ആർത്രൈറ്റിസ്. അതായത് സെയിം തന്നെ, പോസ്റ്റ് ഇൻഫെക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഇൻഫെക്ഷന് ശേഷം വരുന്നത്, അതായത് അതിനോടൊപ്പം അല്ലാതെ അതിന് ശേഷം വരുന്നതാണ് പോസ്റ്റ് ഇൻഫെക്റ്റീവ് ആർത്രൈറ്റിസ്. ഇത്തരം തരംതിരിക്കലാണ് ഈ ആർത്രൈറ്റിസ് എന്നുള്ളത്. പ്രധാനമായിട്ടും ഞാൻ പറഞ്ഞു ഇൻഫ്ലമേറ്ററി ആർത്രൈറ്റിസ്, ഡീജനറേറ്റീവ് ആർത്രൈറ്റിസ്, ഗൗട്ടി ആർത്രൈറ്റിസ്, ഇൻഫെക്റ്റീവ് ആർത്രൈറ്റിസ്, പോസ്റ്റ് ഇൻഫെക്റ്റീവ് ആർത്രൈറ്റിസ്. ഇതാണ് പ്രധാനമായിട്ടും ആർത്രൈറ്റിസിനെ തരംതിരിച്ചിട്ടുള്ളത്. ഇനി പ്രധാനമായിട്ടും ഇതിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കുമ്പോൾ, ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ആണെങ്കിൽ നമുക്ക് വേദന ഉണ്ടാവാം, നടക്കുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാവാം, ചിലപ്പം എന്തെങ്കിലും ക്രാക്കിൾ സൗണ്ട് ഒക്കെ നമുക്ക് കേൾക്കാം. റുമാറ്റോയ്ഡ് ആർത്രൈറ്റിസ് നോക്കുമ്പോൾ നമുക്ക് സ്വെല്ലിംഗ് ഉണ്ടാവും, അതായത് നീര് വെക്കുന്നുണ്ടാവും, അവിടെയൊക്കെ റെഡ് ഡിസ്കളറേഷൻ ഉണ്ടാവാം, അതേപോലെ തടിച്ച് വീർത്തിരിക്കുന്നത് കാണാം. ഇനിയിപ്പോൾ ഗൗട്ടി ആർത്രൈറ്റിസ് നോക്കുമ്പോൾ തള്ളവിരലിലൊക്കെ ഒരു ഒരു എക്സ്ട്രാ ഗ്രോത്ത് പോലെ തോന്നും, അല്ലെങ്കിൽ ഒരു റെഡ് കളറായിട്ട് തോന്നും. ഇതൊക്കെയാണ് ഇതിന്റെ പ്രധാനമായിട്ടുള്ള ലക്ഷണങ്ങൾ. അപ്പോൾ നമ്മൾ ഒരു ഇത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഡയറ്റിലൂടെയും അല്ലെങ്കിൽ പ്രോപ്പർ എക്സസൈസ് ഒക്കെ എടുത്ത് ഇത് മാറ്റിയെടുക്കാവുന്നതാണ്. അപ്പോൾ പലർക്കും ഉള്ളൊരു സംശയമാണ്, ഈ ഒരു ആർത്രൈറ്റിസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ബ്ലഡ് ടെസ്റ്റ് ചെയ്യണോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ടെസ്റ്റിലൂടെ നമുക്ക് ഇത് അറിയാൻ പറ്റുന്നതാണോ എന്നൊക്കെ പല സംശയങ്ങളും ഉണ്ട്. അപ്പം ബ്ലഡ് ടെസ്റ്റിലൂടെ നമുക്ക് അറിയാവുന്നതാണ്, പക്ഷേ അത് അത്ര ആക്യുറേറ്റ് ആയിരിക്കില്ല. അപ്പോൾ നമുക്ക് റുമാറ്റിക് ആർത്രൈറ്റിസ് ഉണ്ടെങ്കിൽ, റുമാറ്റോയ്ഡ് ആർത്രൈറ്റിസ് ഉണ്ടെങ്കിൽ അവിടെ ഒരു RH ഫാക്ടർ എന്ന് പറഞ്ഞ ഒരു ബ്ലഡ് ടെസ്റ്റ് ഉണ്ട്. അത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ എത്രത്തോളം ജോയിൻസ് എഫക്ട് ചെയ്തിട്ടുണ്ടെന്ന് ആ ഒരു ടെസ്റ്റിലൂടെ മനസ്സിലാക്കുന്നതാണ്. മറ്റൊരു ബ്ലഡ് ടെസ്റ്റാണ് ESR. ഒരു ഇൻഫെക്ഷൻ നമ്മുടെ ബോഡിയിൽ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ ഒരു ജോയിന്റ് ഡിസീസ് ഒക്കെ നമ്മുടെ ബോഡിയിൽ ഉണ്ടെങ്കിൽ ESR നല്ല രീതിയിൽ വർദ്ധിച്ചിട്ടുണ്ടാവും. അങ്ങനെ അതും ഒരു ബ്ലഡ് ടെസ്റ്റ് ആണ്. അപ്പോൾ ഇത്തരം ബ്ലഡ് ടെസ്റ്റിലൂടെയൊക്കെ നമുക്ക് ഈ ഒരു ആർത്രൈറ്റിസ് ഉണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാക്കാം. മറ്റൊന്ന്, നമുക്ക് എന്തെങ്കിലും ജോയിന്റ് ഡിഫോമിറ്റി, അതായത് ജോയിൻസിന് കൂടുതലായിട്ട് എന്തെങ്കിലും ബാധിച്ചിട്ടുണ്ടെങ്കിൽ, അതായത് അതിന്റെ ഷേപ്പിനൊക്കെ വ്യത്യാസം ഉണ്ടെങ്കിൽ നമ്മളൊരു എക്സ്റേയോ അല്ലെങ്കിൽ MRIയോ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഒരു സ്ട്രക്ചർ എത്രത്തോളം എഫക്ട് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും നെർവ് കംപ്രഷൻ ഉണ്ടോ, അങ്ങനെയൊക്കെ ഈ ഒരു ഇതിലൂടെ മനസ്സിലാക്കാവുന്നതാണ്. ഇനി ചില ഡയറ്റ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ മസിൽ സ്ട്രെങ്ത് അല്ലെങ്കിൽ ബോൺ സ്ട്രെങ്ത് ഒക്കെ നമുക്ക് കൂട്ടാൻ സഹായിക്കും, അല്ലെങ്കിൽ പ്രതിരോധ ശേഷിയൊക്കെ കൂട്ടാൻ സഹായിക്കും. അപ്പോൾ പ്രധാനമായിട്ടും നമ്മൾ ഉൾപ്പെടുത്തുന്നുണ്ട് നമ്മുടെ ഡയറ്റിൽ ചീര. ഇതിൻ്റെ അകത്ത് കുറേ ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട്. അപ്പം നമ്മൾ ഇൻഫ്ലമേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് കുറയ്ക്കാൻ സഹായിക്കും. അതേപോലെ നമ്മൾ ഉൾപ്പെടുത്തുന്നതാണ് ഗ്രേപ്സിൻ്റെ അകത്തും കൂടുതലായിട്ടും ഇൻഫ്ലമേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് കൂടുതലായിട്ടും കുറയ്ക്കാൻ സഹായിക്കും. മറ്റൊന്നാണ് ബെറീസ്. അതേപോലെ തന്നെ നട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ വാൽനട്ട്സിൻ്റെ അകത്ത് ബ്രസീൽ നട്ട്സ്, അതേപോലെ മറ്റ് നട്ട്സ്, കാഷ്യൂ നട്ട്സ്, ഇത്തരം നട്ട്സ് ഒക്കെ നമ്മൾ ഉൾപ്പെടുത്തുവാണെങ്കിൽ ഈ ഒരു പെയിൻ അല്ലെങ്കിൽ സ്വെല്ലിംഗ് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ജോയിന്റ് ഡിസീസ് ഉണ്ടെങ്കിൽ അത് കുറച്ച് കൊണ്ടുവരാൻ സഹായിക്കും. അതേപോലെ വെജിറ്റബിൾസ് നോക്കുകയാണെങ്കിൽ നമുക്ക് ജിഞ്ചർ, ഗാർലിക്, ക്യാബേജ്, ബ്രൊക്കോളി, ഇത്തരം വെജിറ്റബിൾസ് ഒക്കെ നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുവാണെങ്കിൽ ഈ ഒരു ഇൻഫ്ലമേഷൻ അല്ലെങ്കിൽ പെയിന് അല്ലെങ്കിൽ സ്വെല്ലിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ അത് കുറച്ചുകൊണ്ട് വരാൻ പറ്റും. അതേപോലെ നമ്മൾ ഫിഷ് ഐറ്റംസ് നോക്കുകയാണെങ്കിൽ ചാള, അയല, മത്തി, ഇതിനകത്ത് കൂടുതലായിട്ടും omega-3 ഫാറ്റി ആസിഡ്സ് ഉണ്ട്. അപ്പോൾ അതൊരു ആൻറ്റി ഓക്സിഡൻ്റ് ആയിട്ട് ആക്ട് ചെയ്യും. അങ്ങനെ ഒരു ഇൻഫ്ലമേഷൻ കുറയ്ക്കുക, അല്ലെങ്കിൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി ആക്ഷനാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ ഒരു സ്വെല്ലിംഗ് കുറയ്ക്കുകയും അല്ലെങ്കിൽ പെയിൻ കുറയ്ക്കുകയും, അങ്ങനെ നമ്മൾ മൂവ്മെന്റ്സ്, അതായത് ജോയിൻസ് ഒക്കെ കൂടുതലായിട്ട് മൂവ്മെന്റ്സ് ഒക്കെ വരികയും അങ്ങനെ പെയിൻ ഒക്കെ കുറച്ചുകൊണ്ടുവരാൻ സഹായിക്കും. അതേപോലെ നമ്മൾ ഉൾപ്പെടുത്തേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ, അതായത് ഓറഞ്ച് അല്ലെങ്കിൽ ഗൗവ അല്ലെങ്കിൽ പപ്പായ, വൈറ്റമിൻ സി റിച്ച് ആയിട്ടുള്ള ഫ്രൂട്ട്സ് ഒക്കെ ഉൾപ്പെടുത്തുവാണെങ്കിൽ കുറേ നമുക്കിത് കുറച്ചുകൊണ്ടുവരാൻ പറ്റും. അതേപോലെ നമ്മൾ ഉൾപ്പെടുത്തേണ്ട ഒന്നാണ് ഗ്രീൻ ടീ. ഇതും ഒരു ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടിയാണ്. അതേപോലെ ഉൾപ്പെടുത്തേണ്ടതാണ് ഒലിവ് ഓയിൽ ഡെയിലി 1-2 ടീസ്പൂൺ അല്ലെങ്കിൽ വീക്ക്ലി 1-2 ടീസ്പൂൺ എടുക്കുന്നതും ഈ ഒരു ഇൻഫ്ലമേഷൻ കുറയ്ക്കാൻ സഹായിക്കുന്നതാണ്. ഇനി നമ്മൾ എന്തൊക്കെയാണ് ഒഴിവാക്കേണ്ട ഭക്ഷണങ്ങൾ, ഇത്തരം ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെയാണ് ഒഴിവാക്കേണ്ട ഭക്ഷണങ്ങൾ എന്ന് നോക്കാം. പ്രധാനമായിട്ടും പാലും പാലുൽപ്പന്നങ്ങളും കുറയ്ക്കാൻ നോക്കുക. അതേപോലെ ഗ്ലൂട്ടൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ, അത് ഗ്ലൂട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രോട്ടീനാണ്, അത് ഒഴിവാക്കാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ കോഫി ഒരു ഡീഹൈഡ്രേറ്റിംഗ് ഏജന്റ് ആയിട്ട് ആക്ട് ചെയ്യും. അങ്ങനെ അവിടുത്തെ ന്യൂട്രീഷ്യൻസ് ഒക്കെ വലിച്ചെടുക്കുകയും അങ്ങനെ ഇൻഫ്ലമേഷനിലേക്കൊക്കെ ലീഡ് ചെയ്യാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പോൾ കോഫി കുറയ്ക്കാൻ ശ്രമിക്കുക. അതേപോലെ ആൽക്കഹോൾ കൂടുതലായിട്ട് എടുക്കുന്ന ആളുകളാണ്
ആണെങ്കിൽ അത് കുറച്ചുകൊണ്ടുവരാൻ ശ്രമിക്കുക. സ്മോക്കിംഗ് ഉണ്ടെങ്കിൽ അത് കുറയ്ക്കാൻ ശ്രമിക്കുക. അതേപോലെ നമ്മൾ എന്തെങ്കിലും പോസ്ചർ, അതായത് നമ്മൾ ഇരിക്കുന്ന പോസ്ചർ ഒന്നും കറക്റ്റ് അല്ലെങ്കിൽ അതും ഈ ഒരു ആർത്രൈറ്റിസിലേക്ക് ലീഡ് ചെയ്യാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അതേപോലെ സെർവൈക്കൽ സ്പോണ്ടൈലോസിസ് അല്ലെങ്കിൽ ലെംബാർ സ്പോണ്ടൈലോസിസ് പോലത്തെ വാതരോഗങ്ങളിലേക്കൊക്കെ ലീഡ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. അപ്പോൾ നമ്മൾ പോസ്ചർ മാക്സിമം കറക്റ്റ് ആക്കാൻ നോക്കുക. നമ്മൾ മൊബൈലൊക്കെ കൂടുതലായിട്ട് യൂസ് ചെയ്യണമെങ്കിൽ കുനിഞ്ഞിരുന്ന് യൂസ് ചെയ്യാതെ കറക്റ്റ് ഒരു പോസ്ചർ മെയിൻറ്റെയിൻ ചെയ്തിട്ട് യൂസ് ചെയ്യാൻ ശ്രമിക്കുക. അതേപോലെ കൂടുതലായിട്ട് ഇരിക്കുകയും നിൽക്കുകയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു മൂവ്മെന്റ്സ് ഒക്കെ മാറ്റിയെടുത്തിട്ട് കറക്റ്റ് മൂവ്മെന്റ്സ് ബോഡിക്ക് കൊടുക്കാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ നമ്മളൊരു പ്രോപ്പർ എക്സസൈസ് മെയിൻറ്റെയിൻ ചെയ്യുക. അല്ലെങ്കിൽ നമുക്ക് മറ്റെന്തെങ്കിലും മെന്റൽ സ്ട്രെസ് ഉണ്ടെങ്കിൽ നമ്മളൊരു മെഡിറ്റേഷനോ അല്ലെങ്കിൽ യോഗയൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നത് നമ്മൾ ഈ ഒരു സ്ട്രെസ്സൊക്കെ റിലീവ് ചെയ്യാൻ സഹായിക്കും. അങ്ങനെ നമ്മളെ ജോയിൻസ് ഒക്കെ കുറച്ചുകൂടി ഒരു ഏബിൾ ആവുക, അല്ലെങ്കിൽ പെയിൻ ഒക്കെ കുറേ കുറഞ്ഞു കിട്ടാൻ പറ്റും. നമുക്കറിയാം ഈ ഒരു സ്ട്രെസ്സും അല്ലെങ്കിൽ ടെൻഷനൊക്കെയാണ് പ്രധാനമായിട്ട് ഒരു രോഗത്തിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് പറഞ്ഞു. അപ്പോൾ അത് ഈ ഒരു യോഗ മെഡിറ്റേഷൻ ഒക്കെ ചെയ്ത് കഴിഞ്ഞാലും അതൊക്കെ കുറേയൊക്കെ കുറച്ചുകൊണ്ടുവരാൻ പറ്റും. ഇത്തരം രീതികളൊക്കെ നമ്മൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു വാതരോഗങ്ങളൊക്കെ കുറേയൊക്കെ കുറയ്ക്കാൻ പറ്റും. എന്നുവെച്ചാൽ പൂർണ്ണമായിട്ട് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്നതല്ല, പക്ഷേ അതിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി നമുക്ക് കുറച്ചുകൊണ്ടുവരാൻ പറ്റും. ഇതിന് പല രീതിയിലുള്ള മെഡിസിൻസ് ഹോമിയോപ്പതിയിൽ അവൈലബിൾ ആണ്. അർണിക്ക, ഹൈപ്പറിക്കം, സിംഫൈറ്റ്, അങ്ങനെ പല രീതിയിലുള്ള മെഡിസിൻസ് ഹോമിയോപ്പതിയിൽ അവൈലബിൾ ആണ്. നമ്മളൊരു പേഷ്യൻ്റ് കേസ് എടുത്തിട്ട് കറക്റ്റ് രീതിയിലുള്ള മെഡിസിൻ കൊടുക്കുന്നതാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് പല സംശയങ്ങളും നിങ്ങൾക്ക് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇനിയും മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.